വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവ്. സുപ്രീം കോടതി ഉത്തരവ് നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വിവാദമായ അധിക തീരുവകൾ US സുപ്രീം കോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. പ്രസിഡന്റ് ഉപയോഗിച്ചത് പരിധിയിൽ കവിഞ്ഞ അധികാരമാണ് എന്നായിരുന്നു ജഡ്ജിമാർ വ്യക്തമാക്കിയത്. തീരുവ ചുമത്താനുള്ള അധികാരം ഭരണഘടന അമേരിക്കൻ കോൺഗ്രസിന് വ്യക്തമായി നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധിന്യായത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ബെഞ്ചിലെ 6 ജഡ്ജിമാർ അധിക തീരുവ റദ്ദാക്കണം എന്ന നിലപാടെടുത്തപ്പോൾ 3 പേർ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി ശ്രീ സജിമോൻ ആന്റണി നമ്മോടൊപ്പം US-ൽ നിന്ന് ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, അമേരിക്കയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം, വിവിധ രാജ്യങ്ങളോട് പ്രതികാര നടപടി എന്നോണം ട്രംപ് എടുത്ത അല്ലെങ്കിൽ ട്രംപ് ചുമത്തിയ ചുങ്കം അത് രാജ്യത്തിനകത്ത് തന്നെ പരമോന്നത കോടതി തന്നെ ഇങ്ങനെ വിധിക്കുമ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ്, സംശയമില്ല. ഇതുവരെ ഏർപ്പെട്ട പല വ്യാപാര കരാറുകളിൽ നിന്നും ട്രംപിനും മറ്റു രാജ്യങ്ങൾക്കും മറ്റും പിന്നോട്ട് പോകേണ്ടി വരും. രഞ്ജിത്തെ, ഒരു പ്രതിസന്ധി എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ ഉപരി ചില ക്ലാരിറ്റി കിട്ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ നിന്ന്. കാരണം 5 പോയിന്റുകളാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. ഒന്ന്, എന്താണ് വെർഡിക്റ്റ്? കാരണം ഇതുവരെ ട്രംപ് ഡിക്ലെയർ ചെയ്ത ടാരിഫിന്റെ നയം അത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ വരുന്നതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇന്ന് കോടതി അത് വ്യക്തമാക്കിയത് ഇത് പ്രസിഡന്റിന്റെ ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല, എന്നാൽ US കോൺഗ്രസ് ആണ് അതിന്റെ അതോറിറ്റി. കോൺഗ്രസിൽ ആ ബില്ല് അവതരിപ്പിച്ച് കോൺഗ്രസ് പാസ്സാക്കിയാൽ മാത്രമേ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് വെർഡിക്റ്റ്. രണ്ടാമത്തേത്, എന്താണ് അതിന്റെ റിയാക്ഷൻ രഞ്ജിത്ത് പറഞ്ഞു കൊടുത്തതിന് വളരെ വൈൽഡാണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത് ഐ ആം അഷെയിംഡ് ഓഫ് സർട്ടൻ ജഡ്ജസ്. 1. 2, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഫോർ ദ നേഷൻ. 3, ഇറ്റ്സ് ഡിസ്ഗ്രേസ് ഫോർ ദിയർ ഫാമിലീസ്. 4, certain ജഡ്ജ് ഇതിനെതിരെ റൂൾ ചെയ്തത് ട്രംപ് വിളിച്ചിരിക്കുന്ന ഫൂൾസ് ആൻഡ് ലാപ് ഡോഗ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ വളരെയധികം വിവിഡായിട്ട് വളരെ ലൗഡായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതോടൊപ്പം ചലഞ്ചസും പറയുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റീവ്? രഞ്ജിത്ത് മുമ്പേ പറഞ്ഞുകൊണ്ട് സെക്ഷൻ 301 അനുസരിച്ചിട്ട്, ട്രേഡ് ആക്ട് 1974 അനുസരിച്ചിട്ട് 10% തീരുവ ഇന്ന് രാത്രി കൊണ്ട് ചുമത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ തന്നെ വേറെ 2-3 ഓപ്ഷൻസ് കൂടി ഉണ്ട്. സെക്ഷൻ 122 ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് 1974 അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ടാരിഫ് റേസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സെക്ഷൻ 338 50% വരെ ടാരിഫിന്റെ ടാരിഫ് വേണമെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഉണ്ട്. എന്നാൽ അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിലേക്ക് മാത്രമാണ്, ഏകദേശം 150 ദിവസത്തേക്ക് മാത്രമാണ് അങ്ങനെയുള്ള പ്രൊവിഷൻസ് അലോ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് വരും, എന്തുകൊണ്ട് അത് കോൺഗ്രസിൽ പോയി പാസ്സാക്കിയിട്ട് വന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ടെമ്പററി ഇന്നത്തെ ആ ഒരു വലിയൊരു വൻ പരാജയം ട്രംപിന് കിട്ടിയത് അതിൻ്റെ ഒരു ഫേസ് സേവിങ്ങിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ ആയിട്ടാണ് ഇവിടെ ഇരുന്ന് ഇത് നോക്കിക്കഴിയുമ്പോൾ ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. പിന്നെയുള്ളത് ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻ ആണ്. എന്താണ് ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻ? ഏകദേശം $134 ബില്യൺ അമേരിക്കൻ ട്രഷറിയിൽ അധികമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ടാരിഫ് മൂലം വന്നിരിക്കുന്നത്. അപ്പം കോർട്ടിന്റെ വേർഡിക്ട് അനുസരിച്ചിട്ട് ഈ 144 ബില്യനും ഏകദേശം 3 ലക്ഷത്തോളം കമ്പനികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് റീഇംബേഴ്സ്മെന്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് ഇപ്പം അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിലുള്ളത്, പ്രത്യേകിച്ചും ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലുള്ളത്. അപ്പം എന്താണ് ഒരു പ്രസിഡൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് അമേരിക്കയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 1998 $730 million റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. അന്ന് ജസ്റ്റിസ് ജാക്സൺ വളരെ ശക്തമായ ഒരു തീരുമാനം എടുത്തതിന്റെ പ്രതിഫലനമായിട്ട് $730 million തിരിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റോറിയും വന്നു. പിന്നെ ഇതിനകത്ത് ഈ ഒരു ടോട്ടൽ എപ്പിസോഡിനകത്ത് ഒരു ഇന്ത്യൻ ടേസ്റ്റും ഉണ്ട്. കാരണം ഇന്ന് ഇവിടെ പ്ലെയിന്റിഫിനായിട്ട് പ്രസന്റ് ചെയ്തിട്ട് അതിന്റെ ലീഡ് ലോയർ ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുള്ള ഒരു വാർത്തയും ഇവിടുന്നുണ്ട്. കാരണം നീൽ കട്യാൽ എന്നുള്ള ഒരു ഇന്ത്യക്കാരനായിരുന്നു ഈ ഒരു സുപ്രീം കോടതിയുടെ പ്ലെയിന്റിഫിന് വേണ്ടി വാദിക്കാൻ പോയത് എന്നുള്ളത് ഒരു കൗതുകപരം ഒരു വാർത്ത ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇവിടെയൊക്കെ ഇങ്ങനെ ജഡ്ജിമാരെ, പ്രത്യേക സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ ഈ പറഞ്ഞ ഭാഷയൊക്കെ വിളിച്ചാൽ എന്തായിരിക്കും ആ ഭരണാധികാരിക്ക് ഉണ്ടാകുന്ന തിക്തഫലങ്ങളെന്ന് കോടതിയുടെ പരാമർശമൊക്കെ നെഗറ്റീവായിട്ടുണ്ടായാൽ. പക്ഷേ ഒരു അമേരിക്ക കുറച്ചൊരു വ്യത്യസ്തമായ രാഷ്ട്രമാണെന്നറിയാം. ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്
ഇപ്പോഴത്തെ നിലയിൽ നിൽക്കാൻ സാധ്യതയില്ല. ജഡ്ജിമാരെ ഇനിയും ഒരുപക്ഷെ മോശമായി സംസാരിച്ചേക്കാം, കൂടുതൽ നടപടികളിലേക്ക് പോയേക്കാം. ഇപ്പോൾ ആ 10% അധിക ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 150 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്നു. അത്തരം നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോയാൽ, അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് പോയാൽ അതിൻ്റെ ഒരു തിക്തഫലം എന്തായിരിക്കും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ സജീവൻ ആന്റണി. അതൊരു ടെമ്പററി ഫേസ് സേവിംഗ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ട്രംപ് ടാരിഫ് വളരെയധികം ട്രംപ് പറഞ്ഞ പല വേദികളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ലവ് എന്ന വേർഡിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു വേർഡാണ് ടാരിഫ് എന്ന് പറയുന്നത്. അത്രമാത്രം ആ ഒരു വേർഡിലേക്ക് അല്ലെ ആ ഒരു പോളിസിയിലേക്ക് അദ്ദേഹം അഡിക്റ്റഡ് ആണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ 40 വർഷം പുറകോട്ട് പോയി ട്രംപിന്റെ ചില ഇന്റർവ്യൂകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ അദ്ദേഹം പറയുന്നുണ്ട് ടാരിഫ് എന്ന് പറയുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരെണ്ണം റവന്യൂ ക്രിയേറ്റ് ചെയ്യാനില്ല എന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അത്രയും സോൾട്ടുമാണ് ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട്, ആ ഒരു പോളിസിയുടെ കാര്യത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സുപ്രീം കോടതിന്റെ വേർഡിക്റ്റ് 6-3 അതൊരു സിഗ്നിഫിക്കന്റ് മെജോറിറ്റിയാണ്. ഓർക്കണം, 3 പേരും മാത്രമേ ലിബറൽ അല്ലെ ഡെമോക്രാറ്റിക് ലീനിങ് ജഡ്ജസ് ഉള്ളൂ 9 പേരിൽ. ബാക്കിയുള്ള 6 പേരും കൺസർവേറ്റീവ് ജഡ്ജസ് ആണ്. അപ്പൊ അതിൽ നിന്ന് 2 പേരും കൂടെ ഇങ്ങോട്ടേക്ക് മാറി 6-3 എന്നുള്ളൊരു സിഗ്നിഫിക്കന്റ് മാർജിനിലാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വളരെ ഒരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള കേസ്, വളരെയധികം ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതി വേർഡിക്റ്റ് വരുമ്പോൾ മിക്കവാറും ഒക്കെ 5-4 ആയിരിക്കും, ഒരു ടൈറ്റ് ആയിരിക്കും ഇതിനകത്ത്. ഇതിനകത്ത് അതുപോലും ഇല്ല. അപ്പൊ 6-3 എന്നുള്ള ഒരു വലിയൊരു സ്ലാപ്പായിരുന്നു. അതിന്റെ അരിശവും ആ റിഫ്ലക്ഷനും ഒക്കെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിലും മീറ്റിങ്ങുകളിലും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രതിഫലിച്ച് കണ്ടു. ഏതായാലും പേര് വ്യക്തമായിട്ട് പറയാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂൾസ് എന്നും ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, ഡിസ്ഗ്രേസ് ഫോർ ദ നേഷൻ, ഡിസ്ഗ്രേസ് ഫോർ ദ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു ജഡ്ജിന്റെയും പ്രത്യേകമായിട്ടുള്ള പേര് എടുത്ത് പറയാതെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നും കൂടെ നോക്കി കാണേണ്ടതാണ്. അതോടൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആ 3 ജഡ്ജിമാരുടെയും പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് അവർ ദേശസ്നേഹികളാണെന്നും അമേരിക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്നും ഒക്കെ എടുത്തു പറയുകയുണ്ടായി എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഈ ഒരു ട്രംപിന്റെ ഒരു വാശി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൽ പോവാതെ ഞാൻ അദ്ദേഹത്തിന്റെ സെന്റൻസ് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്, അതാണ് അദ്ദേഹം റിപ്പീറ്റഡ്ലി പറയുന്നത്. അപ്പൊ കോർട്ട് ഇത് പറഞ്ഞു, അമേരിക്കയിൽ ഒരു ഡെമോക്രസി ഉണ്ട്, അമേരിക്കയിലെ ജനങ്ങൾ പ്രസിഡന്റിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതിന് ചില പ്രോസസ് ഉണ്ട്. ആ പ്രസിഡന്റ് ആക്ട് ചെയ്യേണ്ടത് അല്ലെ ഭരിക്കേണ്ടത് ഒരു പ്രോസസ്സിലൂടെയാണ്. ഒരു സിസ്റ്റം ഉണ്ട്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, അതിനകത്ത് US കോൺഗ്രസ് ഉണ്ട്, US സെനറ്റ് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ചില പരിധികളും ബോർഡറുകളും ഉണ്ട്. അതിനകത്ത് നിന്നാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ മെസ്സേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇന്ന് കൊടുത്തത്, അല്ലെ ഇന്ന് ട്രംപിനെ കിട്ടിയത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കിക്കാണേണ്ടത് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിക്കുന്നു. എന്താണ് ഈ 10% അധിക തീരുവ, ഇപ്പോൾ ട്രംപ് പുതുതായി ഏർപ്പെടുത്തിയ തീരുവ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം വളരെ പെട്ടെന്ന്. അതായത് IEPA പ്രകാരം ട്രംപ് ചുമത്തിയ പകരം തീരുവയാണ് കോടതി റദ്ദാക്കിയത് എന്ന് നമുക്കറിയാം. എങ്കിലും സെക്ഷൻ 122 പ്രകാരം എല്ലാ രാജ്യങ്ങൾക്കും മേൽ 10% തീരുവ ഹ്രസ്വകാലത്തേക്ക് ചുമത്താൻ ട്രംപിന് കഴിയും. പരമാവധി 150 ദിവസത്തേക്കാണ് ഇത് പറ്റുക എന്നുള്ളതാണ്. അതായത് കോടതി വിധിയെ മറികടക്കത്തക്ക വിധമുള്ള ട്രംപിൻ്റെ ഒരു അധികാര നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാം. വിധി വന്നതിന് പിന്നാലെ ട്രംപ് സെക്ഷൻ 122 പ്രകാരം 10% തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരും എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്കും ഇത് ബാധകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഇനി 10% തീരുവ അധികം നൽകേണ്ടി വരും. അതുവരെ തീരുവ വെറും 3% മാത്രമായിരിക്കുമെന്നാണ് പ്രത്യേകത. ഏറെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയിലെ പലവിധ സെക്ഷൻസ് കോടതിയും ട്രംപും പ്രസിഡന്റും ഒക്കെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.